ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 14. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞാ കർമ്മ സമുദ്ഭവഃ. വിവർത്തനം. എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അതാകട്ടെ മഴ മൂലമുണ്ടാകുന്നു. മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു. യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും. ഭാവാർത്ഥം. ഭഗവത്ഗീതയുടെ വിശിഷ്ട വ്യാഖ്യാതാവായ ശ്രീ ബലദേവ വിദ്യാഭൂഷൺ ഇങ്ങനെ എഴുതുന്നു: യേ ഇന്ദ്രിയാന്ത്യംഗതയാവസ്ഥിതം യജ്ഞം സർവേശ്വരം വിഷ്ണും അഭ്യർച്ച്യതച്ഛേഷം അശ്നന്തി തേന തത് ദേഹയാത്രാം സമ്പാദയന്തി തേ സന്താ സർവേശ്വരസ്യ യജ്ഞപുരുഷസ്യ ഭക്താ സർവകിൽപിഷൈർ അനാദികാല വിവൃദ്ധൈർ ആത്മാനുഭവ പ്രതിബന്ധകൈർ നിഖിലൈ പാപൈർ വിമുച്യന്തി. സകല യജ്ഞങ്ങളുടെയും ഭോക്താവ് യജ്ഞപുരുഷനെന്നറിയപ്പെടുന്ന ദേവാധിദേവനായ ശ്രീ ഭഗവാനാണ്. ശരീരത്തെ വിവിധ അവയവങ്ങൾ എന്ന പോലെ അദ്ദേഹത്തെ ദേവന്മാർ ഉപചരിക്കുന്നു. ഇന്ദ്രൻ, ചന്ദ്രൻ, വരുണൻ തുടങ്ങിയവർ ഭൗതിക കാര്യങ്ങളുടെ അധിപതികളാണ്. വായു, വെളിച്ചം, വെള്ളം മുതലായ ഭക്ഷ്യവസ്തുക്കൾ വിളയിക്കാൻ ആവശ്യമുള്ള വിഭവങ്ങൾ അവർ കനിഞ്ഞു വേണ്ടുവോളം നൽകട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ദേവന്മാർക്ക് വേണ്ടി യജ്ഞാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ വേദങ്ങൾ നിർദ്ദേശിക്കുന്നത്. കൃഷ്ണ ഭഗവാനെ പൂജിക്കുമ്പോൾ അവിടുത്തെ വിഭിന്ന അവയവങ്ങൾ മാത്രമായ ദേവന്മാരും സ്വാഭാവികമായി പൂജിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ അവരെ പ്രത്യേകം പൂജിക്കേണ്ടുന്ന ആവശ്യമില്ലാതെ വരുന്നു. അതുകൊണ്ടാണ് കൃഷ്ണാവബോധമാർന്ന ഭക്തന്മാർ കൃഷ്ണന് ആദ്യമേ നിവേദിച്ച ശേഷം മാത്രം ആഹാരം കഴിക്കുന്നത്. ശരീരത്തെ ആത്മീയമായി പോഷിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിലുള്ള മുൻപാപങ്ങളുടെ പ്രതികരണങ്ങൾ നശിക്കുകയും ഭൗതിക പ്രകൃതിക്ക് സഹജമായ അശുദ്ധിയൊന്നും ബാധിക്കാതിരിക്കുകയും ചെയ്യുന്നു. പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന കാലത്ത് അണുനാശക ഔഷധങ്ങൾ കുത്തിവെക്കുന്നത് കൊണ്ട് രോഗബാധയിൽ നിന്ന് രക്ഷ കിട്ടുന്നത് പോലെ കൃഷ്ണന് നിവേദിച്ച പ്രസാദം ഭക്ഷിക്കുന്നത് കൊണ്ട് വൈഷയിക ആസക്തിയെ ചെറുത്തു നിൽക്കാനുള്ള കരുത്തുണ്ടാകുന്നു. പതിവായി ഇങ്ങനെ ചെയ്യുന്ന ആളാണ് ഭക്തൻ. കൃഷ്ണന് നിവേദിച്ചതു മാത്രം ഭക്ഷിക്കുന്ന കൃഷ്ണാവബോധമുറച്ച ഒരാൾക്ക് ആത്മസാക്ഷാത്കാരം കൈവരിക്കുന്നതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന പഴയ ഭൗതിക വിഷബാധയുടെ പ്രതികരണങ്ങളിൽ നിന്ന് മുക്തനാവാൻ കഴിയും. മറിച്ച് അങ്ങനെ ഭക്ഷണം നിവേദിക്കുന്നതിനു മുമ്പ് കഴിക്കുന്ന ഒരാളുടെ പാപകർമ്മങ്ങൾ വർദ്ധിച്ചു വരികയാൽ അവയുടെ പ്രത്യാഘാതങ്ങളെ അനുഭവിക്കാൻ വേണ്ടി അടുത്ത ജന്മത്തിൽ പന്നിയുടെയും നായയുടെയും ശരീരമെടുക്കേണ്ടി വരുന്നു. മാലിന്യം നിറഞ്ഞതാണ് ഈ ഭൗതിക ലോകം. പവിത്രമായ കൃഷ്ണ പ്രസാദം ഭുജിക്കുന്നവർക്ക് ആ മാലിന്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാവും. അങ്ങനെ ചെയ്യാത്തവർ മാലിന്യത്തിനു വിധേയരാകും. മനുഷ്യന് ഭക്ഷ്യയോഗ്യങ്ങളായത് ധാന്യങ്ങളും പച്ചക്കറികളുമാണ്. മനുഷ്യർ പലവിധം ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷിക്കുന്നു. മൃഗങ്ങൾ അവയുടെ ശേഷിച്ച ഭാഗവും പുല്ല്, ചെടികൾ എന്നിവയും ആഹാരമാക്കുന്നു. മൃഗങ്ങളെ തിന്നുന്നവർക്കും മാംസം ഭക്ഷിക്കണമെങ്കിൽ സസ്യങ്ങളെ ആശ്രയിച്ചേ പറ്റൂ. അതുകൊണ്ട് കൃഷിഭൂമിയിലെ ഉത്പന്നങ്ങളെയാണ്, ഫാക്ടറികളിലെ ഉത്പന്നങ്ങളെയല്ല നിലനിൽപ്പിനായി നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. കൃഷിഭൂമിയിലെ ഉത്പാദനം വേണ്ടും വണ്ണമുള്ള മഴയെ ആശ്രയിച്ചിരിക്കും. മഴയാകട്ടെ ഇന്ദ്രൻ, സൂര്യൻ, ചന്ദ്രൻ, വരുണൻ മുതലായ ഭഗവത് കിങ്കരരെയും യജ്ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിക്കാം. തന്മൂലം യജ്ഞാനുഷ്ഠാനങ്ങൾ ചെയ്യാതിരുന്നാൽ ദുർഭിക്ഷം അനുഭവപ്പെട്ടേക്കാം. പ്രകൃതി നിയമമാണിത്. ഭക്ഷണ ദൗർലഭ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയെങ്കിലും യജ്ഞം, വിശേഷിച്ച് കലിയുഗത്തിലേക്ക് വിധിക്കപ്പെട്ട സങ്കീർത്തന യജ്ഞം അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.